യെസ്, 206 ഫലസൂചനയാണ് വന്നിട്ടുള്ളത്. 135 നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം NDA ദേശീയ ജനാധിപത്യ സഖ്യം ലീഡ് ചെയ്യുകയാണ്. 65 മാത്രമാണ് മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത്. ജൻസുരാജ് പാർട്ടി 3 സീറ്റിലാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. ഇരട്ടിയിലധികം സീറ്റുകൾക്ക് കേവല ഭൂരിപക്ഷവും പിന്നിട്ട് മുന്നേറുകയാണ്. ഇപ്പോൾ മഹാഗഡ്ബന്ധനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബീഹാറിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്നൊക്കെയുള്ള കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള സമഗ്രമായ വിവരങ്ങൾ വരേണ്ടതുണ്ട്. 3ഉം 4ഉം റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴാണ് കൃത്യമായൊരു ട്രെൻഡ് നമുക്ക് ലഭ്യമാവുക. പക്ഷേ ഇതിനെ നമ്മളൊരു സാമ്പിളായി എടുത്താൽ NDA വളരെ മികച്ച വിജയം നേടും. സുശാസൻ ബാബു എന്ന ഇമേജ് ഒരിക്കൽ കൂടി നിതീഷ് കുമാർ കാത്തു സൂക്ഷിച്ചു എന്ന് വേണം നമ്മൾ ഈ പ്രാഥമിക ഫലസൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ. പ്രാഥമിക ഫലസൂചന വളരെ വ്യക്തമായ മുൻതൂക്കം. കേവല ഭൂരിപക്ഷത്തെക്കാൾ സീറ്റുകൾ നേടി ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നേറുകയാണ്. 65 സീറ്റുകളിലാണ് മഹാഗഡ്ബന്ധനുള്ളത്. ആ 65-ലെ 6 സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം RJDയുടെ സീറ്റുകളാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. മറുഭാഗത്ത് NDAയിൽ 2 കൂട്ടരും പരസ്പരം മത്സരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ BJPയും JDUവും നടത്തുകയാണ്. 63 JDU ലീഡ് ചെയ്യുമ്പോൾ 65 BJP ലീഡ് ചെയ്യുകയാണ്. 65-63 എന്ന നിലയിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷി BJPയാണ്. 65 BJP, 63 JDU, 2 LJP, 1 RLM എന്നുള്ളതാണ് NDA മുന്നണിയുടെ കണക്ക്. 57 RJD, 6 കോൺഗ്രസ്, 2 ലെഫ്റ്റ് എന്നുള്ളതാണ് മഹാഗഡ്ബന്ധന്റെ കണക്ക്. ലെഫ്റ്റിന് ഇടത് പാർട്ടികൾക്ക് ഇത്തവണ 2 സീറ്റുകളിലാണ് മുൻതൂക്കം ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മറുവശത്ത് BJP 65, JDU 63, LJP 2, HAM 1, RLM 1. അങ്ങനെ ഒരു തരത്തിൽ വിവിധ സമുദായങ്ങളുടെ കൂടി ഒരു മഴവിൽ മുന്നണിയാണ് NDA. എല്ലാ ഘടകങ്ങളും അവർ അഡ്രസ് ചെയ്തിരിക്കുന്നു. സ്ത്രീകളെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി കണ്ട് സ്ത്രീ വോട്ടുകൾ അട്രാക്ട് ചെയ്യാനുള്ള പദ്ധതികൾ, വിവിധ സാമുദായിക ഘടകങ്ങളെ കോർത്തിണക്കിയുള്ള ഒരു മുന്നണി. അങ്ങനെ NDA തോൽക്കാത്ത ഒരു മുന്നണിയായി, സുഭദ്രമായ ഒരു മുന്നണിയായി രൂപം കൊണ്ടപ്പോൾ മറുവശത്ത് എല്ലാ ഭാരവും തേജസ്വി യാദവിന്റെ ചുമതലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചുമലുകളിലെ ഈ ഭാരം അദ്ദേഹം ഒറ്റയ്ക്ക് വലിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിക്കോ കോൺഗ്രസിന്റെ മറ്റ് തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഒരു ഇമ്പാക്റ്റും സോഫാർ ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബീഹാർ നൽകുന്ന സൂചന. മഹാഗഡ്ബന്ധന്റെ സീറ്റ് നില 72 ഉയരുന്നു. ആദ്യ 1.25 മണിക്കൂർ പിന്നിടുമ്പോൾ പാർട്ടി തലത്തിൽ തിരിച്ചു പരിശോധിച്ചാൽ BJPയും RJDയും തമ്മിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആരാകുമെന്നൊരു മത്സരം കൂടി നടക്കുന്നുണ്ട്. NDA അധികാരത്തിലേക്ക് എത്തുമെന്ന സൂചനകൾ. 132-72 ഏറെക്കുറെ ഇരട്ടി സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു.